ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 31-34 വചനങ്ങളിൽ പറയുകയാണ്, പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു, കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യം സത്യവുമാകുന്നു. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസമായ ഇന്ന് സെപ്റ്റംബർ 27-ാം തീയതി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഇറ്റാനഗറിലുള്ള തിരുഹൃദയ ദേവാലയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൽ പടയാളികൾ കുത്തിയെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. വെള്ളം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, രക്തം സൂചിപ്പിക്കുന്നത് ജീവനെയാണ്. പരിശുദ്ധാത്മാവും ജീവനും നൽകുന്ന യേശു. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ഈശോ വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവ് പന്തക്കോസ്താ ദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും ആഗതമായി. ആ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിനാണ് ലഭിച്ചത്. ആ ആത്മാവ് ഇന്നും കൂദാശകളിലൂടെ ലഭിക്കുകയാണ്. ഇന്ന് ഈശോയുടെ ഈ തിരുഹൃദയ ദേവാലയത്തിൽ പല മാമോദീസകൾ നടക്കുന്നുണ്ട്. അഡൾട്ട് ബാപ്റ്റിസവും ചൈൽഡ് ബാപ്റ്റിസവും. ഈശോവിനെ അറിഞ്ഞ എല്ലാവർക്കും ആ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി ലഭിക്കുന്ന ദിനമാണ്. സേക്രഡ് ഹാർട്ട് ചർച്ച്, നാഹർലഗോൺ, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗറിൻ്റെ ഏറ്റവും അടുത്താണ്. ഈ സൂര്യകാന്തി പൂവ് ശോഭ നൽകി നിൽക്കുന്നത് പോലെ നമ്മളിലേക്ക് എല്ലാവരിലേക്കും ശോഭയാണ്, അഗ്നിയാണ് കടന്നു വരുന്നത്. ആ ആത്മാവിനെ സ്വീകരിക്കാം. ഈശോ പൂർണ്ണമായി മരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഉടനെ രക്തവും വെള്ളവും ഒഴുകി എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആംബ്രോസ് പിതാവ് നമ്മളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവിനെ കൂദാശകളിലൂടെ സ്വീകരിക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ ജലവും വെള്ളവും എല്ലാമാണ് സ്വീകരിക്കുന്നത്. 7 കൂദാശകളുണ്ട്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗീലേപനം, വിവാഹം, തിരിപ്പട്ടം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ, ഈശോ സ്ഥാപിച്ച കൂദാശകളാണ് ഇതെല്ലാം. ആ കൂദാശ സ്വീകരിക്കുന്ന ഓരോരുത്തരിലും പ്രത്യേകമായിട്ട് ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നിറഞ്ഞ് ഒഴുകുകയാണ്. ആത്മാവിൻ്റെ നിറവിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ഫലങ്ങളാലും ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നിറയട്ടെ. ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ വെള്ളം നമുക്ക് ശാന്തി, സമാധാനം, ജീവൻ പ്രദാനം ചെയ്യുകയാണ്. ആത്മാവിൽ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ വളരെയധികം അനുഭവങ്ങളാണ്. ധാരാളമായ രോഗശാന്തികൾ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നത് നമുക്കറിയാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. 18 വർഷം എടുത്ത്, പല വർഷങ്ങളെടുത്ത് പണിതീർത്ത ദേവാലയം. ജേക്കപ്പച്ചനാണ് ഇപ്പോഴിവിടെ വികാരിയായിരിക്കുന്നത്. ഇവിടുത്തെ മെത്രാൻ ബെന്നി വർഗീസാണ്. ഇത് കാണുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഈ നാടിൻ്റെ അപ്പസ്തോലൻ എന്ന് അറിയപ്പെടുന്നത് പ്രേംഭായിയാണ്, അരുണാചലിൻ്റെ അപ്പസ്തോലൻ. 60,000-ഓളം കിലോമീറ്റർ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച് ഈ നാടിനെ മുഴുവനും വിശുദ്ധീകരിച്ച് ധാരാളം മക്കളെ യേശുവിനെ അറിയുവാനിടയായി. ഈ അടുത്ത ദിവസം സെൻറ്റ് തോമസ് ചർച്ചിൽ പോകുവാനിടയായി. അരുണാചൽ പ്രദേശിലുള്ള ഒരു ദേവാലയം 1983 അവിടെ അദ്ദേഹത്തിലൂടെ സ്ഥാപിച്ച ദേവാലയമാണത്. യേശുവിനെ അറിഞ്ഞ ധാരാളം മക്കൾ, യേശുവിനെ ഉൾക്കൊള്ളുന്നവർ ധാരാളമായി ഉണ്ടാകട്ടെ. ആത്മാവിനാൽ നിറയട്ടെ. ദൈവത്തിൻ്റെ നിറവ് നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.